ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ദുർഗ ആൻഡ് ചാരു എന്നുള്ള സീരിയലിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ സീസൺ ആയിട്ടുള്ള ബാരിസ്റ്റർ ബാബു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബോലി റോയ് ചൗധരി വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവി ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബോഗയെന്ന് എടുത്തു വെച്ച പാവയും മാലയും പിന്നെ ഡ്രസ്സും ഒക്കെ ആയിട്ടാകും അവൾ അവിടെ വന്നിട്ടുണ്ടാവുക. എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അവൾ പറയുന്നുണ്ട്. ഈ സമയം ബിനോയ് പറഞ്ഞിട്ട് പോലീസുകാർ ബോഗയെ വെറുതെ വിട്ടിട്ടുണ്ടാവും. അതറിഞ്ഞ് ചാരു ബോഗയെ കാണാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോയിട്ട് സന്തോഷമൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താൻ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ബോലി എടുത്തു പോയിട്ടുണ്ടെന്ന് ബോഗയ്ക്ക് അവിടെ വലിച്ചു വാരിയിട്ട് ഡ്രസ്സൊക്കെ കണ്ടിട്ട് മനസ്സിലാവാണ്. പിന്നെ ബോലിയെ തന്നെയാണ് കാണിക്കുന്നത്. അവൾ ബിനോയോടും സമ്പൂർണയോടും നിങ്ങൾ ഇത്ര നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ദേവി എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന ദേവിയുടെ ഡ്രസ്സും പാവയും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. ഇത് അന്ന് ആക്സിഡൻറ്റ് നടന്ന ദിവസം ദേവി ഇട്ട ഡ്രസ്സാണെന്ന് സമ്പൂർണ്ണ കരഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് ദുർഗയുടെ അതേപോലത്തെ ഡ്രസ്സും പാവയും കൂടി എടുത്തിട്ട് വന്നിട്ട് ബിനോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ല, ഇത് രണ്ടും ഒരുപോലെയാണ്, ഇത് ദേവിയുടെ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ബിനോയ്ക്കും നന്നായിട്ട് സന്തോഷമാവാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടെ കരയുന്നുണ്ട്. പിന്നെ ബോലി ആ ലോക്കറ്റുള്ള മാലയും കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും സമ്പൂർണ്ണ ദുർഗയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല എടുത്തിട്ട് രണ്ടും കൂടി വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുപോലെയുള്ളതും ദുർഗാദേവി എന്ന പേരും അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ട് ദുർഗയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ബിനോയും സമ്പൂർണയും കൂടി ബോലിയുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ ദേവി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബോലി നിങ്ങളെന്നും അവളെ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സമ്പൂർണയും ദുർഗയും എനിക്കറിയായിരുന്നു അത് ചാരു തന്നെയാണെന്ന്, ചാരുവാണ് എൻ്റെ ദേവിയെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്ന് രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ബോലി ചാരുവല്ല ജുംകിയാണ് ദേവി എന്ന് നുണ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ആ വലിയ വീട്ടിൽ നിൽക്കാനും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി താമസിക്കാനും ആ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നുണ പറയുന്നത്. പക്ഷേ ദുർഗ ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. എൻ്റെ ചാരു ആണ് ദേവി എന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജുംകി മാസിമ എന്ന് പറഞ്ഞിട്ട് സമ്പൂർണ്ണയെ കെട്ടിപ്പിടിക്കുമ്പോൾ ദുർഗ അവളെ നീയല്ല ദേവി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ ചാരുവിനെയും ജുംകിയെയും അന്ന് വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയ ആള് ബോഗയുടെയും ചാരുവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇയാളെ വിളിച്ചു വരുത്തിയത് നമ്മുടെ ബോലിയായിരിക്കും, ചാരുവിനെ പിന്നെയും തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാൾ ചാരുവിനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബോഗയെ അതിനെ നന്നായിട്ട് എതിർക്കുകയാണ്. അപ്പോൾ ബോഗയെ അയാൾ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് കണ്ട് ചാരു അയാളുടെ തലയ്ക്ക് ഒരു ചട്ടിയൊക്കെ എടുത്തിട്ട് അടിക്കുമ്പോൾ അയാൾ അവിടെ ബോധം കെട്ട് വീഴാണ്. പിന്നെ റോയ് ചൗധരി വീട്ടിലെ ദുർഗപൂജയുടെ ഭാഗമായിട്ടും പിന്നെ ദേവി വന്ന സന്തോഷത്തിലും ബിനോയ് ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊരു ബംഗാളി ട്രഡീഷൻ്റെ ഭാഗമാണ്. പക്ഷേ ദുർഗ മാത്രം സങ്കടപ്പെട്ട ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ ബോലി ജുംകിയോട് അവിടെ നന്നായി അഭിനയിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ജുംകി ഹോളിപ്പൊടി കയ്യിലെടുത്തിട്ട് മനസ്സിലെ നിനക്കെന്നെ ദേവിയായിട്ട് കാണാൻ പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് വേണമെന്ന് വെച്ച് അത് അവളുടെ കണ്ണിൽ തേച്ചിട്ട് അറിയാതെ പറ്റിയതാണ്, സോറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജുംകിയെ എല്ലാവരും നല്ല രീതിയിൽ അവിടെ പരിചരിക്കുകയാണ്. ദുർഗയ്ക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം അവൾക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ബോലി വന്ന് നോക്കുമ്പോൾ ബോഗൈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാവും കാണുക. ചാരുവിനെ ബോഗൈ റോയ് ചൗധരി വീട്ടിലേക്ക് അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടാവും. അപ്പോൾ ബോലി ജുംകിയാണ് ദേവി എന്ന് ഞാൻ അവരോടെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ബോഗൈ അവളോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, തല്ലുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്നും നടക്കാൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കില്ല, ചാരുവാണ് ദേവി എന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് റോയ് ചൗധരി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ബോലി ബോഗയുടെ തല പിടിച്ചിട്ട് നിലത്ത് ഇടിച്ചിട്ട് അയാളെ കൊല്ലുകയാണ്. എന്നിട്ട് ബോലി വേഗം റോയ് ചൗധരി വീട്ടിലേക്ക് ചെന്നിട്ട് ചാരുവിനെ ചൂണ്ടിക്കാട്ടി ഇവളാണ് എൻ്റെ ഭർത്താവിനെ കൊന്ന് എന്നെ വിധവയാക്കിയത് എന്ന് അവരോടെല്ലാം പറയുന്നുണ്ട്. എല്ലാ കുറ്റവും അവൾ ചാരുവിൻ്റെ മേലേക്കാണ് ഇടുന്നത്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദുർഗ അവളെ വിടുന്നുണ്ടാവില്ല, ചാരുവിനെ കൊണ്ടുപോവല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ചാരു ദുർഗയോട് അപ്പോൾ നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം, എന്നെപ്പറ്റി ചിന്തിക്കാതെ നന്നായി പഠിച്ചിട്ട് നീ ഒരു ബാരിസ്റ്റർ ബാബു ആവണം, നീ എൻ്റെ ശക്തിയാകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിഷ്ത തേരാ മേര എന്നുള്ള ടൈറ്റിൽ സോങ്ങും പ്ലേ ആവുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ചാരുവിനെ കൊണ്ടുപോവുകയാണ്.
പിന്നെ ചാരുവിനെ കൊണ്ടുപോകുന്ന പോലീസ് വണ്ടി ആക്സിഡൻ്റ് ആകുന്നതും അപ്പോൾ അവിടെ ദുർഗപൂജയ്ക്കുള്ള വിഗ്രഹം കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ ആ ആൾക്കാർ വന്നിട്ട് അവളെ എടുത്തുകൊണ്ട് പോകുന്നതും കാണിക്കുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ജുംകി ദുർഗയെ ആ വീട്ടുകാർ വെറുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ച് തല കൊണ്ടുപോയിട്ട് ചുമരിൽ ഇടിക്കുകയാണ്. മുറിവാക്കി എന്നെ വിടൂ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ശബ്ദമിടുന്നുണ്ട്. അപ്പോൾ ദുർഗയാണെങ്കിൽ ഇവളീ ചെയ്യുന്നതൊന്നും മനസ്സിലാവാതെ നീ എന്തായി ചെയ്യുന്നത് ജുംകി എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് ഓടി വരികയാണ്. ജുംകിയെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ദുർഗയാണ് തന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ ബിനോയ് വന്നിട്ട് ദുർഗയെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് ബോലിയും ജുംകിയും സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ വന്ന് എന്തിനാ നിങ്ങളെ ദുർഗയെ അടിച്ചത്, സത്യം എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ബിനോയ് ദേവിയുടെ അവസ്ഥ നീ കണ്ടില്ലേ, ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗ അവളെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല അച്ചച്ച എന്ന് പറയുന്നുണ്ടെങ്കിലും ആളത് വിശ്വസിക്കുന്നില്ല. ഇന്ന് മുതൽ ദുർഗ കിടന്നിരുന്ന റൂമിൽ ദേവി കിടക്കും, ചാരു ഇനി ഈ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ബിനോയ് ജുംകിയെയും എടുത്തുകൊണ്ട് പോകുകയാണ്. പിന്നെ ചാരുവിനെ കാണിക്കുകയാണ്. അവൾ മുഖത്താകെ കരി തേച്ച് പോലീസുകാർക്ക് പിടികൊടുക്കാതെ ദുർഗാദേവിയുടെ വിഗ്രഹം കൊണ്ടുപോകുന്നില്ലേ അതിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ബിനോയ് അനിരുദ്ധിൻ്റെയും ബോനിതയുടെയും ഫോട്ടോയിൽ നോക്കിയിട്ട് ഇന്ന് ദുർഗയെ അടിച്ചതിൽ അവരോട് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ ആ ദുർഗാദേവിയുടെ വിഗ്രഹം റോയ് ചൗധരി വീട്ടിലേക്കാണ് നേരെ കൊണ്ടുവരുന്നത്. അതിൻ്റെ ബാക്കിലാണ് ചാരുവും ഇരിക്കുന്നത്. അപ്പോൾ ദുർഗയ്ക്ക് ചാരു അവളുടെ അടുത്തുള്ള പോലെയൊക്കെ തോന്നാണ്. അങ്ങനെ അവൾ ആ വീട്ടിൽ മുഴുവൻ ചാരുവിനെ തെരഞ്ഞ് അവസാനം കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നിനക്ക് എന്നെ കാണാൻ തോന്നിയില്ലേ, അതുകൊണ്ടല്ലേ നീ തിരിച്ചു വന്നതെന്ന് കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതെ ചാരുവിനെ ദുർഗയെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആരും കാണാതെ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചാരു നിനക്ക് നന്നായി വിശക്കുന്നില്ലേ എന്ന് ദുർഗയോട് ചോദിക്കുമ്പോൾ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ദുർഗ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിൻ്റെ മനസ്സിലുള്ളത് അറിയാൻ പറ്റും, നിൻ്റെ മുഖം കണ്ടാലും അറിയാം നീ എന്താ കഴിക്കാതിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ നീ വരുന്നവരെ ഞാനൊന്നും കഴിക്കില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ചാരു കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന രസഗുള അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ദുർഗ അവിടെ ഇന്ന് നടന്ന ബിനോയ് അടിച്ച കാര്യങ്ങളെല്ലാം ചാരുവിനോട് തുറന്നു പറയുകയാണ്. അങ്ങനെ ചാരു അച്ഛനെ ആരാ കൊന്നെന്നുള്ള എല്ലാ സത്യങ്ങളും ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും, എന്നിട്ട് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പെട്ടെന്ന് ജുംകി വരുമ്പോൾ ചാരു ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ജുംകി പിന്നെയും എന്നെ ദുർഗ ഉപദ്രവിച്ചു, അടിച്ചു, ഇടിച്ചു എന്നൊക്കെ അവിടേക്ക് വന്ന സമ്പൂർണ്ണയോട് പറയുമ്പോൾ സമ്പൂർണ്ണ അത് വിശ്വസിക്കുന്നില്ല. സമ്പൂർണ്ണ ദുർഗയെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോയതിന് ശേഷം ചാരു ഇറങ്ങി വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ചാരു ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് ദുർഗയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.